ഒരു ചെലവുമില്ല. ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീയാ. മക്കളൊക്കെ പഠിച്ചൊരു നിലയിലെത്തണം, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിന്ന് പ്രാപ്തരാകണം എന്നൊക്കെ പറയാറില്ലേ. അവൻ സ്വന്തം കാര്യം നോക്കി. ഇനി ആരൊക്കെയാണ് അച്ഛനമ്മയെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ജീവിതമാർഗങ്ങൾ തെരഞ്ഞെടുക്കാനുള്ളവര്? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇനി വന്ന് കഴിക്കണ്ടേ? വാ. എന്നാ പറ്റി? ഞാൻ ഏതാണ്ട് തെറ്റ് ചെയ്ത മട്ടില്ല അച്ഛൻ. എന്നാ തെറ്റ് ചെയ്തു? അച്ഛൻ വന്നത് ഞാൻ അറിഞ്ഞില്ലെന്ന്. ശരിക്കും അഭിതിച്ച് അറിഞ്ഞില്ല ഇതുവരെ. അച്ഛൻ മോളിൽ പോയി മുറി പൊട്ടിയിരുന്ന ഞാൻ എങ്ങനെ അറിയാനാ? ഞങ്ങളൊക്കെ അപ്പോഴും അറിഞ്ഞല്ലോ. എന്നോട് ആരും പറഞ്ഞില്ല. ചേച്ചിയോട് സ്പെഷ്യൽ ആയിട്ട് വന്ന് പറയണോ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്? പറയാതെ എങ്ങനെ അറിയും? ഈ മനസ്ഥിതി ഉണ്ടല്ലോ, ഇതിനാ അച്ഛൻ വഴക്ക് പറഞ്ഞ. ബബിതേച്ചിക്ക് ആരോട് സമ്പർക്കമില്ല. അതുണ്ടാവണമെങ്കിൽ ഇന്റിമസി വേണം. ഈ വീട്ടിൽ ആരോടും ഇല്ല ചേച്ചിക്ക് ഇന്റിമസി. അമ്മയോട് പോലും ഇല്ല. പിന്നെ ഇന്റിമസി മാങ്ങാത്തോലി. എന്നെ കണ്ടൂടാ, അതാ ഹലോ, അമ്മ അവിടെ എന്നാ ചെയ്യോ? ഞാൻ എന്നാ ചെയ്യാനാ? വെറുതെ കിടക്കുന്നു. അച്ഛനെങ്ങ് വീട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മ അറിഞ്ഞായിരുന്നോ? നഴ്സുമാര് പറഞ്ഞു കേട്ടു പോയെന്ന്. അമ്മയോട് പറയാതെ പോന്നല്ലേ? എന്നോട് പറഞ്ഞിട്ടല്ലോ അഡ്മിറ്റ് ആയത്. എല്ലാം സ്വന്തം ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നത്. അത് ശരിയാ. അച്ഛനോട് കുഴഞ്ഞു വീഴുന്നതിന് മുമ്പേ അമ്മ അറിയിച്ചില്ല വീഴാൻ പോവാന്ന്. ഹോസ്പിറ്റലിൽ വന്ന ശേഷം അറിയിക്കായിരുന്നല്ലോ. ആരറിയിക്കണം? അച്ഛൻ എഴുന്നേറ്റൊന്ന് പറയാനായിരുന്നു. കൊണ്ടുവന്നവർക്ക് പറയായിരുന്നു. കൊണ്ടുവന്നത് അലീന ചേച്ചിയാ. അലീന ചേച്ചി കണ്ട അമ്മയ്ക്ക് വരഞ്ഞു വരുമല്ലോ. എനിക്കെല്ലാം മനസ്സിലായി, എല്ലാവരെയും മനസ്സിലായി. ഞാനിവിടെ ഹോസ്പിറ്റലിലായ ശേഷം എനിക്കൊരു ബോധോദയം വന്നു. എന്നെ ബോധോദയം വന്നേ? ഒന്ന് പറഞ്ഞേ. ഞാൻ ആ വീട്ടിലില്ലെങ്കിലും ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാവരുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു പോകും. ശരിയാ. ഈ വീട്ടിൽ നിന്ന് ഒരാള് ഭംഗിയായി നടന്ന് ജയിലിലേക്ക് പോയിട്ടുണ്ട്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും ഭംഗിയായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒന്ന് പോവാമ്മേ. ഓ, അതും എന്റെ കുറ്റമാണല്ലോ. വളർത്തു ദോഷം. അമ്മയുടെ വിചാരം എന്തുവാ? ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമെന്നാണോ? ഇവിടെ ആർക്കാ സ്വസ്ഥത സമാധാനം? ഞങ്ങൾ അനുഭവിക്കുന്ന വിഷം വല്ലതും അമ്മ അറിയുന്നുണ്ടോ? നിങ്ങളെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പറ്റിയ ഒരാളെ അച്ഛനവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. അലീന ചേച്ചി. നിനക്ക് അത് മതിയല്ലോ. പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അവിടെ നിന്ന് പോരാറായോ? കുറെ നാളായില്ലേ ഇപ്പൊ? ഡോക്ടർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നത്തേക്ക് പോകാൻ പറ്റുമെന്ന്. പ്ലാസ്റ്റർ ഒക്കെ കട്ട് ചെയ്ത് മാറ്റണം. അത് കഴിയുമ്പം ഫിസിയോതെറാപ്പി വേണം. വെറുതെ ബെഡ് റെസ്റ്റ് നടക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നൂടെ? ഇവിടെ വന്ന് അലിനെ ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളല്ലോ. അവൾ അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഇനി ഞാൻ അവളുടെ അടുത്തോട്ട് വരാനോ? അമ്മയുടെ മനസ്സിൽ നിന്ന് അലീന ചേച്ചിയോടുള്ള വൈരാഗ്യം കളയാതെ അമ്മയ്ക്ക് ഒരിക്കലും സുഖവും സമാധാനവും കിട്ടത്തില്ല. അവൾ എന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ആദ്യം അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അല്ലെങ്കിൽ അവള് ചത്തെന്നറിയണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മൂത്തവൻ ജയിലിൽ കയറേണ്ടി വന്നിട്ടും അമ്മയുടെ മനസ്സിന് ഒരിളക്കം വന്നിട്ടില്ലല്ലോ. കഷ്ടമുണ്ട് കേട്ടോ. അമ്മയുടെ മനസ്സിലോട്ട് മാത്രം നോക്കിയാൽ മതിയോ? അച്ഛന്റെ മനസ്സിന് വല്ല മാറ്റം വന്നോ? ഞാൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അലീനെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. ഇപ്പോഴും അച്ഛനതിന് സമ്മതമല്ലല്ലോ. ആണോ? അതിന്റെ കാരണം അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനും നീയും തമ്മിൽ അതേ പറ്റി സംസാരിക്കണ്ട. അതിന് മാത്രം നീ വളർന്നിട്ടില്ല. അമ്മ അച്ഛനായിട്ട് ഡൈവോഴ്സിന് പോവാന്നൊക്കെ സുലോചനാന്റി പറഞ്ഞല്ലോ. അലീന ആ വീട്ടിൽ തന്നെ തുടരുവാണെങ്കിൽ പിന്നെ ഞാൻ നിന്റെ അച്ഛന്റെ ഭാര്യയായിട്ടിരിക്കത്തില്ല. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. അമ്മ മനസ്സ് വെച്ച ഇതൊന്നൊരു പ്രശ്നമല്ല. അച്ഛൻ അമ്മോടുള്ള ദേഷ്യം മാറും. നിങ്ങൾ പിണങ്ങിയ ശേഷം ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായേ. എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. വിളിച്ചതിൽ വളരെ സന്തോഷം. അമ്മ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് തിരക്കിയല്ലോ. ഫോൺ വെക്കോ? അച്ഛാ, എന്താ അച്ഛാ? കണ്ണുവേദന, അതോടെ തലവേദന. അച്ഛൻ ചായ കുടിച്ചോ? ഇത് ഞാൻ ശരിയാ. പത്രത്തിലെ വാർത്ത വായിച്ചിട്ടാണോ തലവേദന? അതൊരു കാരണമാ. അച്ഛൻ തളരാതെ നിന്നാ മതി. നമുക്ക് ഈ വിഷമങ്ങളെല്ലാം മറികടക്കാം. നീ എന്നതാ പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയാം. എടി മോളെ, ഈ കുടുംബം ചിന്നിച്ചിതറി നാമാവശേഷം ഇനി എങ്ങോട്ട് മറികടക്കാന്ന്? അച്ഛാ, തകർന്നു പോയതൊക്കെ പുതുക്കി പണിയുന്നില്ലേ? ഭൂകമ്പം തകർത്ത പട്ടണങ്ങള്, യുദ്ധം തകർത്ത നഗരങ്ങള്, ഇതൊക്കെ അങ്ങനെ തന്നെ കിടക്കുവാണോ? എല്ലാം പുതുക്കി പണിയുന്നുണ്ട്. നമുക്ക് ഇതും പുതുക്കി പണിയാം. എവിടുന്ന് തുടങ്ങും മോളെ? ആരെ കൊണ്ട് പറ്റും? അച്ഛൻ വിഷമിക്കാതിരിക്കെ. കുറെ വിഷമിച്ചിട്ട് ഒന്നും കിട്ടാനില്ലല്ലോ. ഇതെല്ലാം മാറും, എല്ലാം തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ പ്രതീക്ഷയെങ്കിലും ഉണ്ടാവുമല്ലോ. എന്ന് മാത്രമല്ല, നല്ലതായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സന്തോഷിക്കാനും പറ്റും. ഞാൻ വളരെ വർഷങ്ങളായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് നല്ല കെട്ടുറപ്പുള്ള ഒരു മാതൃകാപരമായ കുടുംബം. അങ്ങനെയൊന്നും അല്ല. അത് തിരിച്ചറിയാൻ നീ ഇവിടെ വരേണ്ടി വന്നു. ഒരു കണക്കിന് വൈജ പറയുന്നത് ശരിയാ. നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം നശിച്ചുപോയത്. നീ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കുടുംബമൊന്നും അല്ലായിരുന്നു. വെറൊരു ഫേക്ക് ഫാമിലി. അച്ഛാ, പ്ലീസ് അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയാതിരിക്കുമോ ലീന? പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, പരസ്പര ആശ്രയം. ഈ 4 തൂണുകളിലല്ലേ കുടുംബം പണിയാൻ. ഇവിടുത്തെ തൂണുകൾ ഏതൊക്കെയാന്ന് നീ നോക്ക്. ചതി, വഞ്ചന, അവഗണന, അഹന്ത. ഈ 4 പില്ലറുകളിലാണ് ഈ കുടുംബം നീ വരുന്നത്. നീ വന്നതോടെ അത് പൊട്ടി. മോളെ, നീ ഒരു കുടുംബം തകർത്തൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊരു ഫേക്ക് ഫാമിലി ആണെന്ന് നീ കാണിച്ചത്. സ്നേഹമുണ്ടോ? ഇല്ല. വിശ്വാസമുണ്ടോ? ഇല്ല. ബഹുമാനമുണ്ടോ? അതുമില്ല. പിന്നെ പരസ്പര ആശ്രയം. ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ വന്ന് ആശ്രയിക്കും. അത്രേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടച്ച. ഞാനൊരു കുടുംബത്തിൽ ജീവിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന ശേഷം കുടുംബവും ബന്ധങ്ങളും എന്താണെന്ന് അറിയുന്നത് തന്നെ. സത്യം പറഞ്ഞ എനിക്കിതൊരു നല്ല കുടുംബമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇത് നല്ലതാക്കി എടുക്കാൻ പറ്റുമെന്നാ എന്റെ വിശ്വാസം. ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള മനസ്സുണ്ടാകണം ഇവിടെയുള്ള പലർക്കും. ശ്വാസം ഒരു നേരം നിലച്ചു പോയാ 2 ദിവസം കൊണ്ട് ചീഞ്ഞു പുഴുവരിക്കുന്ന ശരീരമാണ് കൊണ്ട് നടക്കുന്നതെന്ന ചിന്ത വേണം എല്ലാവർക്കും. പിന്നെ പേര് പോലും ഇല്ല. ഡെഡ് ബോഡി, പഴയത്. നീ എന്നെ കൂടെ ചേർത്താണ് പറഞ്ഞതല്ലേ? അതെ, എന്നെ കൂടി ചേർത്ത്. മാറ്റം വേണമെങ്കിൽ എല്ലാരും ക്ഷമിക്കണം, എല്ലാരും സഹിക്കണം. എന്ത് മിടുക്കിയായി ഓടിയാണെന്ന് പെങ്കൊച്ച. കഷ്ടം. അതെ നല്ലൊരു കൊച്ച. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അതേന്നെ. എന്റെ മോളുടെ വേണ്ട തുള്ളിച്ചാടി നടന്ന പെങ്കൊച്ച്. ശരണ്യെ, ഇവിടെ നോക്കിയേ. കുഞ്ഞെ, ഇങ്ങോട്ട് നോക്ക്. വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ? പോലീസും സർക്കാരും ജനങ്ങളും പാർട്ടികളും സംഘടനകളും എല്ലാരും ഉണ്ട് നിന്റെ കൂടെ. നീ ഒറ്റയ്ക്കല്ല. ഒട്ടും നിരാശപ്പെടണ്ട.
നിന്റെ പഠിപ്പിനും ജോലിക്കുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യും. ആരും കൂടുതൽ സംസാരിച്ച് ശല്യപ്പെടുത്തരുത്. അധികം സന്ദർശകരില്ലാതിരിക്കുന്ന നല്ലത്. ഇവൾക്കിപ്പോ സ്വസ്ഥത കൊടുക്കണം. ആളുകൾ വന്നോണ്ടിരുന്നാലേ അതും ഇതും ചോദിച്ചും പറഞ്ഞും ശല്യപ്പെടുത്തും. റിലാക്സ് ചെയ്യട്ടെ. നല്ല ആഹാരം കൊടുക്കും. ആരോഗ്യം വീണ്ടെടുക്കണ്ടേ. പിന്നെ നല്ല ധൈര്യം കൊടുക്കണം. പോലീസിന്റെ അടുത്ത് വിശദമായ മൊഴി കൊടുക്കണമെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. പക്ഷെ ഇവളാണെങ്കി ഒന്നും മിണ്ടുന്ന പോലുമില്ല, ഒന്നും കഴിക്കുന്നുമില്ല. ഭയങ്കര സങ്കടമാ. മരിച്ചാ മതിയെന്നൊക്കെ പറയുന്നു. മരിക്കാനോ? മോള് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. കുട്ടിയെ ദ്രോഹിച്ചവരെല്ലാം ജയിലിൽ കയറ്റി ശിക്ഷിക്കണ്ടേ? അവരാണ് മരിക്കേണ്ടത്. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഞങ്ങളുണ്ടല്ലോ നിന്റെ കൂടെ. റെസ്റ്റ് എടുത്തോ. വനിതാ കമ്മീഷന്റെ എല്ലാ സപ്പോർട്ടും കുട്ടിക്കുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമോ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ നമ്പർ തന്നിട്ടുണ്ടല്ലോ. പോട്ടെ, പിന്നെ വരാം. കുറെ ജോലി ബാക്കിയുണ്ട്. പോയിട്ട് വരാം. കഴിക്കാൻ എന്നതാ വേണ്ട? ചോറിരിപ്പുണ്ട്. അല്ലെങ്കിൽ അമ്മ പുട്ടുണ്ടാക്കി തരട്ടെ? എന്നാ ഇച്ചിരി നാരങ്ങ എടുത്തോണ്ട് വരട്ടെ? അല്ലെങ്കിൽ അമ്മ ചായ എടുക്കാം. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എന്നാ ചെയ്യും? നീ വേണമെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രം. മോളെ മോളെ മോക്കച്ചൻ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരട്ടെ. നിങ്ങളൊക്കെ ഈ പരിസരത്ത് തന്നെ ഉള്ളവരാണല്ലോ അല്ലേ? നിങ്ങളുടെയൊക്കെ നോട്ടം എപ്പോഴും വേണം ഈ വീടിന്റെ നേർ. ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ നോക്കാം. ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, മറുവശത്ത് പണച്ചാക്കുകളാ നിൽക്കും. അതായത് ശരണ്യെ ഉപദ്രവിച്ച പ്രതികളുടെ എല്ലാം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ വളരെ റിച്ചാണ്. ഒരുത്തന്റെ അച്ഛന് പാലാ ടൗണിൽ തന്നെ 3 വലിയ ഷോപ്പുകളും സ്വർണ്ണക്കടയും ജൗളിക്കടയും ഒക്കെ അതിൽ പെടും. ബാക്കിയുള്ള പ്രതികളുടെ അച്ഛന്മാരും വളരെ റിച്ചാണ്. ഞങ്ങൾക്കറിയാം അവരെയൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒറ്റ എണ്ണത്തിനെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്. അവര് പണം വാരി എറിയും. ലക്ഷക്കണക്കിന് രൂപ തരാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കും. അതിലൊന്നും നിങ്ങൾ വീഴരുത്. പണം കണ്ടു മതി മറക്കരുത്. നിങ്ങളുടെ കുഞ്ഞിന്റെ മാനം അതിനേക്കാൾ വിലപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ മക്കളെ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് അമ്മയെ എതിർത്ത അമ്മ ഡിവോഴ്സിന് പോവോ? അമ്മയുടെ കൂടെ നീ പോകരുത്. അച്ഛന്റെ കൂടെ നിൽക്കണം. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും യോജിക്കാത്ത തരത്തില്